പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം ക്രിസ്തുവിനെ അടയാളപ്പെടുത്തുവാനായി 2 ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന്, ലേവ്യ പുസ്തകം പരിചയപ്പെടുത്തുന്ന പ്രായശ്ചിത്തം കഴിക്കേണ്ടതിന് മരുഭൂമിയിലേക്ക് വിട്ടയക്കപ്പെടുന്നതും ലോകത്തിൻ്റെ പാപത്തെ വഹിക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് വിശുദ്ധ യോഹന്നാൻ തന്നെ സാക്ഷീകരിക്കുന്നതും നഗരകവാടത്തിന് പുറത്ത് കഷ്ടമനുഭവിച്ചു എന്ന് എബ്രായ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹ വെളിപ്പെടുത്തുന്നതുമായ കുഞ്ഞാടാണ്. 2, അത്യുന്നത ദൈവത്തിൻ്റെ പുരോഹിതൻ മൽക്കീസദേക്ക് കാഴ്ചയണച്ചതും മരുഭൂമിയിൽ മോശയാൽ നൽകപ്പെട്ട മന്നായാൽ ദൃഷ്ടാന്തപ്പെടുത്തിയതും സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമെന്ന് ക്രിസ്തു തന്നെ വെളിപ്പെടുത്തുന്നതുമായ അപ്പം എന്നതാണ്. ഇത് പറയാൻ കാരണം, പെന്തിക്കോസ്തിക്ക് ശേഷമുള്ള 8-ാം ഞായർ പരിശുദ്ധ പിതാക്കന്മാർ നമ്മെ പരിചയപ്പെടുത്തുന്നത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ ക്രിസ്തുവിൻ്റെ പ്രസ്താവനയാണ്. ഞാൻ തന്നെ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പം. ഇസ്രായേൽ ജനത പെസഹ ആചരണത്തിൽ അപ്പത്തിൻ്റെ ആദ്യ കഷ്ണം മശിഹായ്ക്കായി മാറ്റിവെക്കുന്ന പതിവുണ്ടത്രേ. ഈ അപ്പക്കഷ്ണം മശിഹ സ്വന്തം കൈകളിലെടുത്താണ് ഇതെൻ്റെ ശരീരമെന്ന് പ്രസ്താവിച്ചത് എന്ന് ഒരു മറുവായനയുമുണ്ട്. എന്തായാലും പൗരസ്ത്യ ആരാധനയിൽ ഈ ആദ്യ കഷ്ണം മശിഹായുടെ പ്രതിനിധിയായ വിശുദ്ധ കുർബാന അർപ്പകൻ അവകാശപ്പെട്ടതാണ് എന്നത് നാം ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതാണ്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ ശിഷ്യർ തിരിച്ചറിയുന്നത് ശ്രദ്ധിക്കുക. വിശുദ്ധ ലൂക്കോസ് രേഖപ്പെടുത്തുന്ന എമാവൂസ് സംഭവത്തിലും വിശുദ്ധ യോഹന്നാൻ പ്രസ്താവിക്കുന്ന തിബെരിയോസ് കടൽക്കരയിലെ അനുഭവത്തിലും അപ്പത്തിൻ്റെ പ്രാധാന്യം എത്രയോ വലുതാണ്. കണ്ടാലും ലോകാവസാനത്തോളം ഞാൻ നിങ്ങളോട് കൂടെയിരിക്കാം എന്നരുളിയ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മിൽ രൂഢമൂലമാക്കുന്നതും ഈ അപ്പത്തിലൂടെ തന്നെയല്ലേ? ഈ ഒരു അനുഭവത്തിൽ വേണം ഉയർപ്പ് ദിവസം യേശു തമ്പുരാൻ മഗ്ദലന മറിയത്തോട് എന്നെ തുടരുത് എന്ന് പറയുന്ന പ്രസ്താവനയെ നാം കൂട്ടി വായിക്കേണ്ടത്. വിഭജിക്കപ്പെട്ട ക്രിസ്തുവിനെ സ്വന്തം കൈകളിൽ എടുക്കുവാനും ആഘോഷിക്കുവാനും പുരോഹിതനല്ലാതെ മറ്റാർക്കാണ് സാധിക്കുക? അവിടെയാണ് മർത്തോമാ ശ്ലീഹ എന്ന നമ്മുടെ സ്വന്തം പിതാവിൻ്റെ സൗഭാഗ്യം നാം തിരിച്ചറിയേണ്ടത്. വിഭജിക്കപ്പെട്ട ക്രിസ്തുഗാത്രത്തെ സ്വന്തം കൈകളിലേന്തി എൻ്റെ കർത്താവും എൻ്റെ ദൈവവുമെന്ന് ഉദ്ഘോഷിച്ച മലങ്കരയുടെ നേരാളി. ആയതിനാൽ ഈ അപ്പം നമ്മിൽ ചെലുത്തേണ്ട ചില സ്വാധീനങ്ങളുണ്ട്. ഒന്നാമതായി, ഈ അപ്പം നമ്മെ ജീവൌഷധമാക്കി മാറ്റണം എന്നുള്ളതാണ്. സംഹായെ എന്ന് സുറിയാനിയിൽ പറയും, മെഡിസിൻ ഓഫ് ലൈഫ്. മെസപ്പട്ടോമിയൻ സംസ്കാരത്തിൽ ക്രിസ്തുവിനെ ജീവൌഷധമായി അടയാളപ്പെടുത്തിയ ആദ്യ വ്യക്തി അന്ത്യോക്യയിലെ അഗ്നിമയനായ മോർ ഇഗ്നാത്യോസ് ആണ്. അപ്രേമിൻ്റെ കവിതകളിലും നമുക്ക് ഈ പ്രയോഗം കാണാവുന്നതാണ്. സത്യത്തിൽ ഈ വിളിക്ക് ഇന്നും ഏറെ പ്രാധാന്യമില്ലേ? രോഗദുരിതമനുഭവിക്കുന്ന ഇന്നിൻ്റെ ലോകത്ത് ഔഷധമായി മാറാൻ നമുക്കൊരു കടപ്പാടില്ലേ? ക്രിസ്തുവിനെ തന്നെ ശ്രദ്ധിക്കുക. അവൻ അന്ധന് കാഴ്ചയായി, ചെകിടന് കേൾവിയായി, മരിച്ചവനവൻ ജീവനായി, വിശക്കുന്നവന് അവൻ അപ്പമായി. എങ്ങനെയാണ് നമുക്കിന്ന് ഈ ദൗത്യം സാധ്യമാകുന്നത്? അവിടെയാണ് തിരുവല്ലയിലെ നടുറോഡിൽ വട്ടം ചുറ്റിപ്പോയൊരു അന്ധനായ മനുഷ്യന് ഏതോ വസ്ത്രവ്യാപാരശാലയിലെ ഒരു സെയിൽസ് ഗേൾ വെളിച്ചം പകരുന്നത്. അവൻ്റെ അന്ധതയ്ക്ക് അവളുടെ കണ്ണുകൾ കാഴ്ചയായി. അങ്ങനെ അവന് ജീവൌഷധമായി. രണ്ടാമതായി, ഈ അപ്പം നമ്മിൽ ചെലുത്തേണ്ട സ്വാധീനം ശുദ്ധീകരിക്കുന്ന തീക്കട്ട എന്നതാണ്. കോൾ ഓഫ് സാങ്ക്ടിഫിക്കേഷൻ, ഗുമുർത്തോ ഹസ്യോനീത്തോ എന്ന് പറയും. അതെ, ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ശുദ്ധീകരിക്കുന്നതായിരുന്നു. പാപപങ്കിലമായ ലോകത്തിൽ മനുഷ്യൻ്റെ ശരീരത്തെയും മനസ്സിനെയും അവൻ്റെ സാന്നിധ്യം ഏറെ ശുദ്ധീകരിച്ചു. നമ്മുടെ സാന്നിധ്യവും ശുദ്ധീകരിക്കുന്ന സാന്നിധ്യമായി മാറേണ്ടതില്ലേ? തീർച്ചയായും ഈ ലോകത്ത്, ഇന്നിൻ്റെ ലോകത്ത്
ഒരു ജീവൌഷധമായി മാറുവാനും ശുദ്ധീകരിക്കുന്ന തീക്കട്ടയായി മാറുവാനും നമ്മുടെ സാന്നിധ്യം ഇടവരുത്തട്ടെ എന്ന പ്രാർത്ഥനയോടെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി.